അമൽ തേനംപറമ്പിലാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, അതിദാരിദ്ര്യ മുക്തി പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് കേരളപ്പിറവി ദിനമായ നവംബർ 1-ാം തീയതി. കേരളത്തിലെ പ്രമുഖ താരങ്ങൾ അതിൻ്റെ പ്രയോക്താക്കളായി വരികയും ചെയ്യുന്നു. ഇപ്പോൾ ആരൊക്കെയാണ് ഈ അതിദാരിദ്ര്യ മുക്തി പ്രഖ്യാപനത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? എന്താണ് അവരുടെ പോയിന്റ്? അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായാണ് വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി, രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളപ്പിറവി ദിനമായ നാളെ പ്രഖ്യാപനം നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ കേവലം 60,004 ആളുകളെ മാത്രമാണ് ആ പട്ടികയിൽ, അതിദരിദ്രർ എന്നുള്ള പട്ടികയിൽ 2021 മുതൽ ഉൾപ്പെടുത്തിയിരുന്നത്. അവർ ആ പട്ടികയ്ക്ക് പുറത്തേക്ക് വരികയാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അതിൻ്റെ മാനദണ്ഡം എന്ത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദഗ്ധർ ചോദിക്കുന്നത്. എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് അത്തരത്തിലൊരു പട്ടിക ഉണ്ടാക്കുന്നത്? മാത്രമല്ല, അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നിരവധി ആളുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി അടക്കം അനുഭവിക്കുന്നു. സമ്പത്ത് മാത്രമല്ല ഇതിന് മാനദണ്ഡമായി കണക്കാക്കുന്നത്. അതിൽ പല മാനദണ്ഡങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വാസസ്ഥലമാണ്. അതോടൊപ്പം തന്നെ അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി, ഇങ്ങനെ ഇത്തരത്തിലുള്ള പല മാനദണ്ഡങ്ങളാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് വെച്ച് കണക്കാക്കുമ്പോൾ AY റേഷൻ കാർഡുള്ള ആളുകളുണ്ട്, അതായത് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളുണ്ട്. അത് ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ വരും. അവരെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും മാനദണ്ഡം അനുസരിച്ച് ദരിദ്രർ എന്നുള്ള പട്ടികയിലാണ്, അതിദരിദ്രർ എന്നുള്ള പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളം ഇത്തരത്തിൽ അതിദരിദ്രമുക്ത സംസ്ഥാനം എന്നൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ പറയുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായി ഇവർ ഉന്നയിക്കുന്നത്. അതിൽ ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് RGV മേനോൻ, അതോടൊപ്പം തന്നെ MA ഉമ്മൻ, KP കണ്ണൻ, MK ദാസ് അടക്കം, മേരി ജോർജ് അടക്കമുള്ള ആളുകൾ ഈ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇത്തരമൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, എന്ത് ആധികാരിക പഠനമാണ് ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ളത്? എന്ത് ആധികാരിക രേഖയാണ് ഇത് സംബന്ധിച്ചുള്ളത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുന്നത്? തുടങ്ങിയ ഒരുപിടി ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ പറയുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതാകാൻ ഈ പറയുന്ന ഒരു പ്രഖ്യാപനം കാരണമാകുമോ എന്നൊരു സംശയം കൂടി ഇവർ ഉന്നയിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു. ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പോലും, സംശയങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുമുണ്ട്. അഭിലാഷ്, ഇവിടെ അമൽ, ഒന്ന് ഇടതുപക്ഷ സഹയാത്രികരായി അറിയപ്പെടുന്ന ആളുകളും ഒപ്പുവെച്ചവരിലുണ്ട്. പ്രൊഫസർ RVG മേനോനുണ്ട്, C. അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിയുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരോ അനുഭാവ സമീപനം പുലർത്തുന്നവരോ ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ വിദഗ്ധരുണ്ട്, CP രാജേന്ദ്രനെ പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കുള്ള മറുപടി എന്നുള്ള നിലയിൽ സർക്കാർ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഈ സംശയമുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇതാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന മറുപടി സർക്കാരിൻ്റെ കൈവശമുണ്ടോ? സർക്കാർ പറയുന്നത്, സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പട്ടികയിൽ 64,004 പേർ മാത്രമാണ് അതിദരിദ്രർ എന്നുള്ള കണക്കിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അത് ആദിവാസി മേഖലയിൽ അടക്കമുള്ള ആളുകളുടെ പട്ടിക എടുത്തുകൊണ്ടാണ് അത്തരമൊരു കണക്ക് തയ്യാറാക്കിയത്. 2021 മുതൽ ഈ ആളുകളെ ഈ പട്ടികയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിദരിദ്ര മുക്തരാക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനായി പല പദ്ധതികളും നടപ്പാക്കി. അവർക്ക് കൃത്യമായ വാസസ്ഥലങ്ങൾ ഒരുക്കി, അതോടൊപ്പം തന്നെ സുസ്ഥിര വരുമാനത്തിനുള്ള മാർഗങ്ങൾ ഒരുക്കി. അങ്ങനെ ഒരുപാട് ആളുകൾ ആ പട്ടികയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വാസസ്ഥലം ലഭ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സുസ്ഥിര വരുമാനം ഉണ്ടായിട്ടുണ്ട്, കൃത്യമായ ഭക്ഷണം ലഭ്യമാക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നല്ല ജീവിതം അവർക്ക് കൈവന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പൂർണ്ണമായും കേരളം അതിദരിദ്രമുക്തമായി എന്നൊരു പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇവർ ഉന്നയിക്കുന്നത്. അതില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന AY പട്ടികയിൽ പെടുന്ന, അങ്ങനെ മഞ്ഞ റേഷൻ കാർഡുള്ള 5 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട്. ആ 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ, മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർ അതിദരിദ്രരെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ അവരെ ആ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അതിദരിദ്രമുക്തമായി എന്ന് നമ്മളൊരു റിപ്പോർട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ കേരളം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്രത്തിൽ നിന്നടക്കം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്. അതില്ലാതാകുമോ എന്നൊരു സംശയമുണ്ട്. അതിന് കൃത്യമായൊരു മറുപടി സംസ്ഥാന സർക്കാർ ഇപ്പോഴും നൽകുന്നില്ല. കേരളം അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ എന്താണ് പ്രതിപക്ഷ കക്ഷികളും മറ്റുമൊക്കെ അതിനെ കാണുന്നത്? അതിനെ സ്വാഗതം ചെയ്യുകയാണോ, അതോ അതിനോട് വിമർശനങ്ങളുണ്ടോ? എങ്ങനെ നിങ്ങൾ ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തിയെന്ന ചോദ്യങ്ങളുണ്ടോ?
എന്തായാലും ഈ അതിദരിദ്ര മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നേരത്തെ മേരി ജോർജ് പറഞ്ഞതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറയുമ്പോഴും ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പദ്ധതികൾ 2023 മുതൽ ഇങ്ങോട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നാളെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തെല്ലാം അവകാശവാദങ്ങളാകും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.